ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ 4th സെമസ്റ്ററിൻ്റെ ഓൺട്രപ്രനോറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഈ ഒരു എക്സാം ഇന്നാണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നമുക്ക് റിവ്യൂ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുമാത്രമല്ല, നമ്മൾ ഓൾറെഡി ഇവിടെ 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷന് തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് വായിച്ചു പോയ ഒരാളെ സംബന്ധിച്ചോളം നല്ല രീതിയിൽ തന്നെ പാസ് മാർക്ക് വാങ്ങാൻ സാധിക്കും. കാരണം ഒരുപാട് കാര്യങ്ങൾ അതിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിലെ എക്സാംസിനൊക്കെ എല്ലാ സബ്ജക്റ്റിൻ്റെയും പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എന്തായാലും നിർബന്ധമായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന് പഠിച്ചു പോവാം. പ്ലസ് അതിനോട് തൊട്ട് മുന്നേയും പിന്നെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് നോട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും നല്ലൊരു മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നൊരു കാര്യമായിരുന്നു. നമ്മുടെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഓൺട്രപ്രണർ ആരാണ് എന്നുള്ളത് അറിയേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ വളരെ റിപ്പീറ്റ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹു ഈസ് ആൻ ഓൺട്രപ്രണർ? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ആ ഡിഫറെൻറ്റ് ടൈപ്സ് പറയുന്നുണ്ട്. അതൊരു എസ്സേക്ക് ചാൻസിലൊരു ക്വസ്റ്റ്യൻ കൂടി ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡിഫറെൻറ്റ് ടൈപ്സ് പറയുന്നതിലത്തെയാണ് ഒന്ന് വന്നിരിക്കുന്നത്. ഹു ഈസ് കോൾഡ് ആസ് ബിസിനസ് ഓൺട്രപ്രണർ, അത് ചോദിച്ചിട്ടുണ്ട്. മൂന്നാമത്തേത് അതേ ചാപ്റ്റർ തന്നെ വന്നത് വാട്ട് ഈസ് ഇൻട്രാപ്രീന്യൂവർ എന്താണെന്നുള്ളത്. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തേൽ വാട്ട് ഡു യു മീൻ ബൈ EDP, ഓൺട്രപ്രനോറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞൊരു ടോപ്പിക് ആയിരുന്നു അത്. അതും റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാമത്തതും എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് വാട്ട് ഈസ് സിംഗിൾ വിൻഡോ സിസ്റ്റം, എന്തിനാണ് സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന് പറയുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. വാട്ട് ഈസ് ബൗണ്ടി, എന്തിനാണ് ബൗണ്ടി എന്ന് പറയുന്നത്. ഏഴാമത്തേൽ വാട്ട് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ, എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓൾറെഡി നിങ്ങൾ EDPയിൽ പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ FM-ലും അതേപോലെ തന്നെ അക്കൗണ്ട്സിലും ഒക്കെ വരുന്നൊരു ടോപ്പിക്കാണ് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ഫേമിൻ്റെ ഡേ ടു ഡേ അഫയേഴ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള ക്യാപിറ്റലാണ്. ഓക്കെ, അങ്ങനെയെങ്കിലും അത് എഴുതി വയ്ക്കാം. വർക്ക് ചെയ്യാൻ വേണ്ട ക്യാപിറ്റൽ എന്നെങ്കിലും എഴുതി വയ്ക്കാൻ പറ്റും അവിടെ. എട്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഇതിനെയാണ് ആൻസിലറി യൂണിറ്റ് എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണത്. ആൻസിലറി യൂണിറ്റ് എന്താണ്? ഒരു മെയിൻ യൂണിറ്റിന് വേണ്ടതായിട്ടുള്ള ഏറ്റവും ചെറിയ ചെറിയ സംഭവങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അതിനോടനുബന്ധിച്ച് വരുന്നൊരു യൂണിറ്റിനെയാണ് ആൻസിലറി യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് സിക്ക് യൂണിറ്റ്, അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് കണ്ടിന്യൂസ് ആയിട്ട് 3 years ആയിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റാതെ വരിക, പല കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ പ്രവർത്തനം മോശമായിട്ട് അടച്ചു പൂട്ടേണ്ട അവസ്ഥയിലേക്ക് പോകുന്ന യൂണിറ്റുകളാണ് സിക്ക് യൂണിറ്റുകൾ. ഇത് ഇമ്പോർട്ടൻറ്റും ആയിരുന്നു, അതേപോലെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പത്താമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ബ്രിഡ്ജ് ക്യാപിറ്റൽ. നിങ്ങൾ തൊട്ട് മുന്നേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അതിൽ സീഡ് ക്യാപിറ്റൽ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്, അവിടെ ബ്രിഡ്ജ് ക്യാപിറ്റലായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, 11ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് SSI, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്താണ്. 12ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഡു യു മീൻ ബൈ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി, ടെക്നോളജി ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്. ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് അല്ല. പിന്നെ 13ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ടെക്നിക്കൽ ഫീസിബിലിറ്റി. കാരണം മുന്നേ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ ആളുകൾക്ക് മനസ്സിലാവും എന്താണ് ഫീസിബിലിറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫീസിബിലിറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ഇവിടെ ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ബാക്കി 2 ക്വസ്റ്റ്യൻസ്. ഡിഫൈൻ പ്രൊജക്റ്റ് റിപ്പോർട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പ്രൊജക്റ്റ് റിപ്പോർട്ട് പറഞ്ഞിരുന്നു, റിപ്പീറ്റഡ് ക്വസ്റ്റ്യനുമാണത്. വാട്ട് ഈസ് പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് പ്രൊജക്റ്റ് ഫോർമുലേഷൻ, എഗെയിൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ എനിക്ക് തോന്നുന്നത് 15 ക്വസ്റ്റ്യൻ ഇവിടെ തന്നതിൽ അതിൽ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി എന്താണെന്ന് ഒഴികെ ബാക്കി 14 ക്വസ്റ്റ്യനും നിങ്ങൾ മുന്നേ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത ആളുകളെ സംബന്ധിച്ചോളം ഈസി ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് അവർ കണ്ട് പഠിച്ച് വന്ന് എഴുതുന്ന ഒരു പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പഠിക്കുക. കാരണം ബാക്കി 14 ക്വസ്റ്റ്യനും പല ക്വസ്റ്റ്യൻ പേപ്പറിലായി റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ആ ഒരു സെക്ഷനിൽ ഫുൾ മാർക്കോ അത്ര വരെ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടെ 15 ക്വസ്റ്റിന് 30 മാർക്കുകൾ, പക്ഷെ നിങ്ങൾക്ക് സീലിംഗ് ഉള്ളതുകൊണ്ട് 25 മാർക്കും നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് സെക്ഷൻസ് B മീൻസ് പാർട്ട് ബിയിലേക്ക് വരികയാണെങ്കിൽ
അവിടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയി വന്ന കാര്യങ്ങൾ നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓൺട്രപ്രണർഷിപ്പ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻ എന്താണ്. 17ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഇസ് DIC, സ്റ്റേറ്റ് ഇറ്റ്സ് ഫങ്ഷൻ. ഒരു ഡൗട്ടുമില്ല, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. എന്താണ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സ്, അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. 18ാമത്തെ ക്വസ്റ്റ്യനിൽ എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് നീസ് ബഡിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത്. അപ്പം നീസ് ബഡ് എന്താണെന്നുള്ളത് ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിലൂടെ നമുക്ക് അതിൻ്റെ ഒരു 4 ഒബ്ജക്റ്റീവ്സ് എങ്കിലും നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് വാട്ട് ഇസ് ടെക്നോ പാർക്ക്. ഇത് ചോദിച്ചിട്ട് ഇൻഫ്ര ചോദിച്ചിട്ടുണ്ടായിരുന്നു, ടെക്നോ പാർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു ഫംഗ്ഷനാണ് ചോദിച്ചത്. 20ാമത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ദ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് സ്കീം ഓഫ് MSME, അതായത് CGFT. ഇതും ഒരു ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് നെക്സ്റ്റ് അഗെയിൻ റിപ്പീറ്റ് ചെയ്തു വാട്ട് ഈസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, എന്താണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്. 22ാമത്തെ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ദ MSME ആക്ട് 2006, 2006 MSME ആക്ട്. ഇതും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഞാനിവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചിലപ്പോൾ അത് essay ആയിട്ടോ 2 മാർക്കിനോ അല്ലെങ്കിൽ ബാക്കി രണ്ടാമത്തെ സെക്ഷനിൽ 5 മാർക്കിനൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് 5 മാർക്കിൻ്റെത് 5 മാർക്കിന് തന്നെ ചോദിച്ചു എന്നല്ല. ഇത് 2 മാർക്കിനോ അതല്ലെങ്കിൽ essay ആയിട്ടോ ഒക്കെ അവിടെ വന്നിട്ടുണ്ടാവാം. MSME ആക്ട് 2006 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സാലറിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 23ാമത്തെ ക്വസ്റ്റ്യനിൽ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കോസസ് ആൻഡ് റെമഡീസ് ഓഫ് സിക്നെസ്. എഗെയിൻ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സിക്ക് യൂണിറ്റ് ചോദിച്ചു, ആ സിക്നെസ്സിൻ്റെ കാരണങ്ങളും ചോദിച്ചു, അതിൻ്റെ പരിഹാരങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഇതും റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒന്നും പുതിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നോക്കി പഠിച്ച ഒരാൾക്ക് ഈ ഒരു സെക്ഷനിലെ ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ ഇവിടെ വളരെ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത്. ഇനി പാർട്ട് സിയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് മാക്സിമം സീലിംഗ് 35 മാർക്സ് വരെയാണ്. ഇനി പാർട്ട് സിയിൽ വരുമ്പോൾ 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് 2 അറ്റൻഡ് ചെയ്താൽ മതി. അതും 10 മാർക്ക് വീതമാണ്. ദാറ്റ് ഈസ് 20 മാർക്സ് അവിടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് സക്സസ്ഫുൾ ഓൺട്രപ്രണർ. ഒരു ഓൺട്രപ്രണർ സക്സസ്ഫുൾ ആവണമെങ്കിൽ അയാൾക്ക് വേണ്ടതായിട്ടുള്ള ക്വാളിറ്റി ഏതാണ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണത്. ആൻഡ് 25th ക്വസ്റ്റ്യൻ എഗെയിൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. explain the problems faced by women entrepreneurs. Women entrepreneurs face ചെയ്തതായിട്ടുള്ള പ്രോബ്ലംസ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 26ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ആർ ദ വേരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ സെറ്റിംഗ് അപ്പ് ഓഫ് MSME, അതായത് MSME സെറ്റപ്പ് ചെയ്യുമ്പോൾ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് 27ാമത്തെ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ദ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. ഒരു റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിൻ്റെ ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്താണ്, ഒരു 10-15 പോയിൻ്റ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിൻ്റെ പ്രിൻസിപ്പിളായിട്ട് ചോദിച്ചിരിക്കുന്നതൊക്കെ ഒരു 5 അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രം അത് വന്നിട്ടുണ്ട്. പ്രൊജക്ട് റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് സാധാരണ അതിന് ഏറ്റവും അധികം ചോദിച്ച ക്വസ്റ്റ്യൻസ് അതിൻ്റെ കണ്ടൻസ്, അതിൻ്റെ നേച്ചറോ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഡിഫറെൻറ്റ് ടൈപ്സ്, അതൊക്കെയാണ് റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിൻ്റെ പ്രിൻസിപ്പിളായിട്ട് 5 മാർക്കിനോ എനിക്ക് തോന്നുന്നു 2 മാർക്കിനോ 5 മാർക്കിനോ ഒരിക്കലും ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. പക്ഷേ ഇപ്രാവശ്യം അത് essay ആയിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം 4 ക്വസ്റ്റ്യനിൽ ആദ്യത്തെ 2 ഏതൊരു EDP പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നൊരു കുട്ടിയും പഠിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ആദ്യത്തെ 2. ബാക്കി എല്ലാം വിട്ടോളൂ. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന കാര്യങ്ങളാണ് ആ 2 ക്വസ്റ്റ്യനും. അതുകൊണ്ട് അത് വളരെ ഈസിയാണ്. അത് എഴുതാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയത് നന്നായിട്ട് പഠിച്ചൊരു കുട്ടിക്ക് ഇവിടെ ഫുൾ മാർക്ക്, അതായത് നിങ്ങൾക്ക് 80 ഔട്ട് ഓഫ് 80 തന്നെ വാങ്ങാൻ പറ്റും. ഇനി അല്ലെങ്കിലും 75 to 80 ഉള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് അവിടെ സ്കോർ ചെയ്യാം. തീരെ പഠിക്കാത്തൊരു കുട്ടിയെ സംബന്ധിച്ചോളം എല്ലാറ്റിനും ഓരോ മാർക്ക് വാങ്ങിയാലും ഇവിടെ ജയിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പരീക്ഷയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി വരുന്ന പരീക്ഷകളെല്ലാം ഇതുപോലെ ആവുമോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും നിങ്ങൾ ആ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ച് വെച്ചതിൻ്റെ ഒരു ബെനിഫിറ്റ്, കാരണം അവിടെ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും പഠിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പോൾ ആ മാർക്ക് നിങ്ങൾക്ക് സേഫായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു മാർക്കായിരുന്നു. അപ്പോൾ ഇത്രയും അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിച്ചു പോവുക.
പിന്നെ ആ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ എവിടെയാണ് വന്നിരിക്കുന്നത് നോക്കുക. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ തൊട്ട് മുന്നേ ഇതേപോലത്തെ വല്ല ടേംസും കാര്യങ്ങളാണെന്ന് വെച്ചാൽ അത് നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് പിൻപിൽ അതുപോലത്തെ ടേംസ് ഉണ്ടെങ്കിൽ അത് പഠിക്കുക. അത്രയേ അത് ചോദിക്കുള്ളൂ, അതിൻ്റെ അപ്പുറം ഒന്നും ചോദിക്കില്ല. ആ രീതിയിൽ വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ 4th സെമ്മിൻ്റെ എല്ലാ സബ്ജക്റ്റും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് മാത്രമായിട്ടുള്ള വീഡിയോസ് കിട്ടും. അതിൻ്റെ ഏറ്റവും അവസാനമാണ് ആ വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്ററും പഠിപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന, അതായത് നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ഉള്ളൂ, ആ കിട്ടാവുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മളിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയിട്ട് പഠിച്ച് നന്നായിട്ട് പരീക്ഷ എഴുതുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പരീക്ഷ ഈസി ആയിരുന്നോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് നിങ്ങളുടെ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കുക. നിങ്ങളുടെ റെസ്പോൺസാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. നിങ്ങളുടെ 5th 6th സെമ്മിലത്തെ പേപ്പേഴ്സ് എല്ലാം നമ്മൾ അതിനനുസരിച്ചാണ് ഇവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നതും ഇനി ചെയ്യാൻ ബാക്കി എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് ബെനിഫിഷ്യൽ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റായിട്ട് തന്നെ കൊടുക്കുക. എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി, ഈസി ആയിരുന്നു എക്സാം എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഒന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.